ഹലോ നമസ്കാരം. MSO ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടർന്ന് പോകുന്നതിന് അല്ലെങ്കിൽ ബാക്കി വെച്ചതിനെ തുടർന്ന് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത് ഒരു ടെക്സ്റ്റിന് എന്തൊക്കെ രീതിക്ക് എഫക്റ്റുകൾ ചേർത്ത് കൊടുക്കാം എന്നതിനെക്കുറിച്ചാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ടെക്സ്റ്റ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന്. അതായത് നമ്മളൊരു ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ നമുക്കൊരു പ്രത്യേക റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അതിൽ നിന്നും ഒരു പ്രത്യേക ഭാഗം നമുക്ക് മറ്റുള്ളവരുടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് ശ്രദ്ധ തിരിയാനോ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റിൽ ഒരു വേർഡ് നമുക്കെങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് നോക്കാം. ഞാനിതിലേക്ക് താൽക്കാലികമായിട്ട് കുറച്ച് പാരഗ്രാഫുകൾ കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്കിതിന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗം നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. ഏതാണ്ട് നമ്മൾ ഈ സെലക്ട് ചെയ്ത ഭാഗമാണ് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ ടെക്സ്റ്റ് ഹൈലൈറ്റ് കളർ എന്ന ഭാഗത്ത് നിന്നും ക്ലിക്ക് ചെയ്ത് ഏത് കളറിലാണോ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഇതിൽ പല കളറുകളും നമുക്ക് തന്നിട്ടുണ്ട്. ഏത് രൂപത്തിലുള്ള കളറാണോ വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിൽ ഏത് വേർഡോ അല്ലെങ്കിൽ സെൻറ്റൻസോ നമുക്ക് ഈ രൂപത്തിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതാണ്. ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ പല മാർഗ്ഗങ്ങളും നമുക്കിതിൽ നിന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഏത് കളറ് വേണമെങ്കിലും നമുക്കിതിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ടെക്സ്റ്റ് നമുക്ക് വേണ്ട ഒരു പ്രത്യേകം കളറിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ്. എന്നാൽ നമുക്ക് നമ്മളുടെ ഡോക്യുമെൻറ്റിൽ പല ഭാഗത്തു നിന്നും പല വേർഡ്സുകളോ അല്ലെങ്കിൽ പല സെൻറ്റൻസുകളോ നമുക്ക് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ എല്ലാ സമയവും ഈ രൂപത്തിൽ ഇവിടെ വന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇത്തരം സാഹചര്യത്തിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗം നമുക്കവിടെ സ്ഥിരമായിട്ട് നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. അതെങ്ങനെ നമുക്ക് ഇവിടുന്ന് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ടെക്സ്റ്റ് ഹൈലൈറ്റ് കളർ എന്ന ഭാഗത്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഏത് കളറാണോ വേണ്ടത് അത് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഏത് ഭാഗമാണോ നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടത് ആ ഭാഗം മാത്രം നമുക്കിതിന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് കളറിലേക്കാണോ വേണ്ടത് അതിലേക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സെലക്ട് ചെയ്ത ഭാഗത്ത് നിന്നും നമുക്ക് വേണ്ട ഭാഗങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് ഇത് ആക്ടിവേറ്റ് ചെയ്താൽ നമുക്ക് സ്ക്രീനിൽ ഈ കാണുന്നത് പോലെ നമുക്കൊരു സിമ്പിൾ വരും. എന്നിട്ട് നമുക്കതിൽ നിന്നും ഏത് രൂപത്തിലാണോ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ആ ഭാഗം മാത്രം നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഈ ഹൈലൈറ്റ് ചെയ്തത് നമുക്ക് ഓഫ് ആക്കണമെങ്കിൽ ഒന്നുകിൽ സിമ്പിളായിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ ചെറിയൊരു ആരോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഹൈലൈറ്റ് ചെയ്യൽ നിർത്തുക, അല്ലെങ്കിൽ സ്റ്റോപ്പ് ഹൈലൈറ്റ് എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇതുവരെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഓപ്ഷൻ അവിടെ വെച്ച് അവസാനിക്കും. പിന്നീട് നമുക്ക് സാധാരണ സെലക്ട് ചെയ്യുന്ന അതേ രൂപത്തിലേക്ക് തന്നെ നമുക്ക് മാറാൻ കഴിയും. നമ്മൾ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ക്ലിയർ ആൾ ഫോർമാറ്റിംഗ് എന്ന ടൂളിനെ കുറിച്ച്. അതായത് നമ്മൾ ഇതുവരെ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്തത്, അതായത് നമുക്ക് ഈ ഫോണ്ടിന് നമ്മൾ ഇവിടെ നിന്ന് പ്രത്യേകം സ്റ്റൈൽ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുകയോ അതല്ലെങ്കിൽ നമുക്ക് മറ്റു പല കാര്യങ്ങളും ഇതിൽ മാറ്റങ്ങൾ വരുത്തുകയോ ചെയ്താൽ ഞാനിതിലുള്ള ടെക്സ്റ്റ് ഞാൻ ഒഴിവാക്കിയിട്ട് നമുക്ക് വേണ്ട രൂപത്തിൽ നോർമൽ ടെക്സ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഈ വേർഡ് നമ്മൾ ഇവിടുന്ന് ഏത് സ്റ്റൈലിലേക്കാണോ വേണ്ടത് നമുക്ക് ഇവിടുന്ന് സ്റ്റൈലിലേക്ക് മാറ്റാം എന്നതിനെക്കുറിച്ച് നമ്മൾ മുമ്പത്തെ ഒരു ക്ലാസ് സംസാരിച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഏത് സ്റ്റൈലാണോ വേണ്ടത് അതെല്ലാം നമുക്ക് ഇവിടുന്ന് ചേർത്ത് കൊടുക്കാം. അതേപോലെ കളറും ഫോണ്ടിൻ്റെ സൈസ് നമ്മൾ കൂട്ടുന്നതും അതേപോലെ ഇതിന് പ്രത്യേക എഫക്റ്റുകളൊക്കെ കൊടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചു. എന്നാൽ ക്ലിയർ ആൾ ഫോർമാറ്റിൽ ക്ലിക്ക് ചെയ്താൽ ഇതുവരെ നമ്മൾ എന്തൊക്കെ ഫോർമാറ്റാണോ കൊടുത്തത് അതെല്ലാം പോയിട്ട് നമ്മൾ ആദ്യം എന്താണോ ചെയ്തത് അതിലേക്ക് തന്നെ പോകാൻ വേണ്ടിയാണ് ക്ലിയർ ആൾ ഫോർമാറ്റിംഗ് എന്ന ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ ഓപ്ഷൻ ഇതിന് നമ്മളൊരു പ്രത്യേക ഭാഗം മാത്രം നമ്മൾ ഹൈലൈറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ ഹൈലൈറ്റ് കളർ ടെക്സ്റ്റ് ഹൈലൈറ്റ് കളർ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ടൂളിൽ ഉപയോഗിച്ച് ക്ലിയർ ആൾ ഫോർമാറ്റിൽ ക്ലിക്ക് ചെയ്താൽ അതൊരിക്കലും അതിൻ്റെ കളറ് പോകുന്നില്ല. അത് ഒഴിവാകണമെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് നോ കളർ എന്ന ഭാഗം തന്നെ ഉപയോഗിക്കണം. എന്നാൽ നമ്മൾ ഇവിടെ വന്ന്
ഓക്കെ, ഈ വേർഡിന് നമ്മൾ പല കളർ ഫോർമാറ്റെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തു, അതേപോലെ സൈസ് ഒന്ന് കൂട്ടി കൊടുത്തു, ഇതിന് നമ്മൾ സ്റ്റൈലും ചേർത്ത് കൊടുത്തു, അതുപോലെ തന്നെ ഇതിന് നമ്മളൊരു ഹൈലൈറ്റ് കളറും ചേർത്ത് കൊടുത്തു. എന്നാൽ ഇത് നമ്മളിവിടെ വന്ന് ക്ലിയർ ആൾ ഫോർമാറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഹൈലൈറ്റ് കളർ ഒഴികെ എല്ലാ ഡിസൈനിങ്ങും ഇതിൽ നിന്നും ഒഴിവായിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഭാഗത്തിന് നമുക്ക് കളർ വേണ്ട എന്നുണ്ടെങ്കിൽ നോ കളർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കളറും നമുക്കിതിന്ന് ഒഴിവാക്കാവുന്നതാണ്. ഓക്കെ, അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഫോണ്ട് കളർ. അതായത് ടെക്സ്റ്റിന്, നമ്മളിതിൽ ഉപയോഗിക്കുന്ന ടെക്സ്റ്റിന് നമുക്ക് ഏത് രൂപത്തിലുള്ള കളർ ചേർത്ത് കൊടുക്കണം എന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ് ഫോണ്ട് കളർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏത് ഭാഗത്തിനാണോ നമുക്ക് ഫോണ്ട് കളർ ഉപയോഗിക്കേണ്ടത് ആ ഭാഗം മാത്രം സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്കിതിന്ന് ഏത് കളറാണോ വേണ്ടത് അത് നമുക്കിവിടുന്ന് സെലക്ട് ചെയ്യാം. ഇതിൽ കുറേ കളറിൻ്റെ ഓപ്ഷൻസുകൾ തന്നിട്ടുണ്ട്. ഏത് രൂപത്തിലുള്ള കളർ ഓപ്ഷനാണോ വേണ്ടത് അത് നമുക്കിവിടുന്ന് തീരുമാനിക്കാം. ഓക്കെ, ഇതിൽ കുറേ കളറിൻ്റെ ഓപ്ഷൻസുകളുണ്ട്. നമ്മൾ ഇവിടുന്ന് ഇതിൻ്റെ മുമ്പ് നമ്മൾ കളറിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിൽ നിന്നും നമ്മൾ ഉപയോഗിച്ച അതേ രൂപത്തിൽ തന്നെയാണ് നമ്മൾ ഇവിടെയും കളറുകൾ ഉപയോഗിക്കുന്നത്. ഏത് കളറാണോ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നാൽ ഓട്ടോമാറ്റിക് എന്ന ഓപ്ഷൻ നമ്മൾ ഇവിടുന്ന് ആക്റ്റീവ് ആക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ ഇതുവരെ കൊടുത്ത എല്ലാ കളറും നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ ആദ്യം എങ്ങനെയാണോ ചെയ്തിരുന്നത് ആ കളറിലേക്ക് തന്നെ പോകാൻ വേണ്ടിയാണ് നമ്മൾ ഓട്ടോമാറ്റിക് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതല്ല നമ്മൾ ഇവിടുന്ന് എല്ലാ കളറും നമുക്ക് ഒഴിവാക്കിയിട്ട് പഴയ രൂപത്തിലേക്ക് ആക്കണമെങ്കിൽ ക്ലിയർ ആൾ ഫോർമാറ്റിംഗ് എന്ന ഓപ്ഷനും ഉപയോഗിക്കാം. പിന്നെ മോർ കളറിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഏത് രൂപത്തിലാണ് കളറുകൾ വേണ്ടത് എന്ന് നമുക്കിതൊന്ന് സെലക്ട് ചെയ്യാം. ഇതിനെക്കുറിച്ച് നമ്മൾ അണ്ടർലൈൻ എന്ന സെക്ഷനിൽ കളർ ചേർത്ത് കൊടുക്കുമ്പോൾ കൂടുതൽ മോർ കളർ എന്ന ഭാഗത്തു നിന്നും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഇതിൻ്റെ ബാക്കിലുള്ള മുമ്പുള്ള ഒരു വീഡിയോ കണ്ടാൽ മതി. ഓക്കെ, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആ കളറിൻ്റെ ഓപ്ഷൻസുകളൊക്കെ അതിൽ കാണിച്ചു തരുന്നതാണ്. ഗ്രേഡിയൻസ്, അതായത് ഇതിന് നമുക്കൊരു പ്രത്യേക കളറിലായിട്ട് ഗ്രേഡിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതുപോലെ ഏത് രൂപത്തിലാണോ ഗ്രേഡിയൻസ് വേണ്ടത് അതും നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ കൂടുതൽ ഗ്രേഡിയൻസ് എന്നിൽ ക്ലിക്ക് ചെയ്താൽ, അല്ലെങ്കിൽ മോർ ഗ്രേഡിയൻസിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിന് കൂടുതലായിട്ടുള്ള കളറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. എത്രത്തോളം ഹൈലൈറ്റ് ചെയ്യണം, അതേപോലെ തന്നെ എത്രത്തോളം അത് ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളും, അതേപോലെ കളറൊന്നും ഇല്ലെങ്കിൽ ഫില്ല് അത് ഒഴിവാക്കാം. നമുക്കിവിടുന്ന് ഒന്നും കൂടി അഡീഷണൽ ആയിട്ടുള്ളൊരു കളറ് ചേർത്ത് നമുക്ക് ബോൾഡ് ഫില്ലായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കണമെങ്കിൽ ആ രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഗ്രേഡിയൻസിലാണ് നമുക്ക് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രൂപത്തിൽ നമുക്കിതിന് കളറ് ചേർത്ത് കൊടുക്കാം. പല രൂപത്തിലും നമുക്കിതിൽ പല ഓപ്ഷൻസുകളുണ്ട്. അതിൽ നിന്ന് ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് അതിനനുസരിച്ച് ഉപയോഗിക്കാം. ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ അണ്ടർലൈനിൽ കൂടുതൽ കളറിൽ നമ്മൾ ഇവിടെ വന്ന് നമ്മളിതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ മുമ്പൊരു ക്ലാസ്സിൽ സംസാരിച്ചതാണ്. ഫോണ്ടിന് കളറുകളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ രൂപത്തിൽ നമുക്ക് കളറുകളൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പൊരു ക്ലാസ്സിൽ സംസാരിച്ചിട്ടുണ്ട്. കൂടുതലായിട്ട് അറിയണമെങ്കിൽ ആ വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിൽ ഇല്ലാത്ത, അതായത് നമ്മൾ ഇവിടെ പറഞ്ഞു കൊടുക്കാത്ത കുറേ കാര്യങ്ങൾ നമുക്കതിന്ന് ഉപയോഗിക്കാവുന്നതാണ്. അതായത് നമ്മൾ ഈ ടെക്സ്റ്റ് എഫക്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത് അതിനെക്കുറിച്ചുള്ള പല കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതായത് ഈ ടെക്സ്റ്റിനെ കുറിച്ച്, അതായത് നമുക്ക് ഈ ടെക്സ്റ്റിന് എന്ത് കളറാണോ വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, കൂടുതലായിട്ട് കളറുകൾ മോർ കളറെല്ലാം ഗ്രേഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ മുമ്പൊരു ക്ലാസ്സിൽ സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിന് നമ്മൾ കൊടുത്ത എല്ലാ ഡിസൈനിങ്ങും ഒഴിവാക്കി നമ്മൾ ആദ്യം എങ്ങനെയാണോ ചെയ്തത് അതിലേക്ക് തന്നെ പോകണമെങ്കിൽ ക്ലിയർ ഡയറക്റ്റ് ഫോർമാറ്റിൽ ക്ലിയർ ആൾ ഫോർമാറ്റിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിതിൻ്റെ എല്ലാ ഡിസൈനിങ്ങും നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, ഇതുവരെ എടുത്ത ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതലായിട്ട് ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.